അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു, വ്ളോഗേഴ്സിന്റെ കുറെ കണ്ടു. ഞാൻ കാര്യം ചോദിച്ചു, ഞാനിപ്പോ ഈ വീട്ടിൽ ഇരിക്കുവാണ്, ഞാൻ എങ്ങനെയാണ് കയറി പോയത്? സൂചന വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേര സമയത്ത് എന്റെ വീട്ടിൽ തന്നെയാണ്. നല്ല വിഷമമുണ്ട്, കാരണം ഓരോ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നിങ്ങളില്ലേ ഈശ്വര വിശ്വാസികളുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യണം. കാരണം അതിനു മുമ്പ് ഇത് ചോദിക്കാനുള്ളൊരു കാരണം, ഞാൻ എൻ്റെ ചുറ്റുപാട്, ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ചുറ്റുപാടും എല്ലാ മതസ്ഥരുടെയും പള്ളികൾ, അതുപോലെ തന്നെ അമ്പലം ഒക്കെ ഉണ്ട്. അപ്പം ഞാനത് ചോദിക്കുന്നത്, അതിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത് ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, പണ്ട് മുതലേ കേൾക്കുന്നൊരു പാട്ടാണ്, രാവിലെ കേൾക്കും. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അങ്ങനെയുള്ള ആ ഒരു ഈശ്വരനെ കുറിച്ച് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് നമ്മൾ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന രീതി തന്നെയാണ്. അഥവാ നമ്മളെ വെറുക്കുന്നവരെയും നമ്മളെ വേദനിപ്പിക്കുന്നവരെയും സ്നേഹിക്കുക, ഒരു കരണം അടിച്ചാൽ മറുകരണവും കാണിച്ചു കൊടുക്കുക എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെല്ലാവരും മനുഷ്യരാണ്, ഞാനും ആ ഹോമോസാപ്പിയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു ജീവി വർഗത്തിൽപ്പെട്ട ഒരു മൃഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം മനുഷ്യൻ മൃഗം തന്നെയാണല്ലെന്ന് പറയാൻ പറ്റൂ. നമ്മുടെ ചെയ്തികളും അത്രയും മൃഗങ്ങളെക്കാട്ടിലും കവച്ചു വയ്ക്കുന്ന രീതിയിലാണ്. ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് രേണുസുധിയെക്കുറിച്ചാണ്. സമാനതകളില്ലാത്ത സൈബർ ആക്രമണം ഈ അടുത്ത കാലത്ത്, എൻ്റെ അറിവിൽ, ഞാൻ ഇത്രയും കാലമായിട്ട് യൂട്യൂബിൻ്റെ അകത്ത് കുറേ വർഷമായി, ഇത്രയും വർഷം ഞാൻ കടന്നു വന്നതിനിപ്പുറം നോക്കുമ്പോഴും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അരഗൻ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അവരെ ഇതായിട്ട് ഇങ്ങനെ വലിച്ചു കീറുന്നൊക്കെ പറയത്തില്ല, ആ തരത്തിൽ മുൻകാലങ്ങളിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇതുവരെയുള്ള എൻ്റെ അതിലേക്ക് പാസ്റ്റിലേക്ക് ഒന്ന് ജസ്റ്റ് കടന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സൈബർ വേട്ട നടന്ന ഒരു സ്ത്രീ ഇല്ല, ഇവരെപ്പോലെ ആക്രമണം നേരിട്ട മറ്റൊരു വ്യക്തിയില്ല. അതിന് മാത്രം അവർ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ദൈവവിശ്വാസികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരാണെങ്കിൽ അവർ ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്ത തെറ്റുകൾ എന്താണ്? അവരുടെ കുറേ അധികം മിസ്റ്റേക്കുകളുണ്ട്. ആ മിസ്റ്റേക്കുകളെ വിമർശിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരെ എന്നുമെന്നും നമ്മൾ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്നുമെന്നും അവരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് ഒരു ഔചിത്യം ഉള്ളത്? നിങ്ങൾ പറയും. അകാരണമായ ഒരു വെറുപ്പ് ഒരാളുടെ പുറകിൽ ഇങ്ങനെ നമ്മൾ കുത്തി നിറയ്ക്കുമ്പോൾ ആ വെറുപ്പ് നമ്മളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മറ്റൊരാളെക്കുറിച്ച്, നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളെക്കുറിച്ച് ഇങ്ങനെ നിറച്ചു വെക്കുന്ന സമയത്ത് എന്തിനാണ്? ഞാനിപ്പോഴും പറയുന്നു, ഞാനിത് പറയുമ്പോൾ തന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നു ആൾക്കാർക്ക്. ഇത് എന്തിനാണ് എന്നോട് വെറുപ്പ് തോന്നുന്നത് മനസ്സിലാവുന്നില്ല. നിങ്ങളിൽ പല ആൾക്കാരും ചില വിഷയങ്ങളിൽ എന്നോട് യോജിക്കുന്നു, ചില വിഷയങ്ങളോട് എന്നെ ഒരു ഇതുമില്ലാതെ എന്നോട് വെറുപ്പും ദേഷ്യവും അതോടൊപ്പം തന്നെ ന്യായീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു, നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾ അഴുക്കയാണെന്നൊക്കെ പറയുന്നു. തന്തയേക്കാൾ മോശം എന്നൊക്കെ പറയുന്നുണ്ട്, അഴുക്കയാണ്, തന്തയേക്കാൾ മോശം എന്നുള്ള തരത്തിലേക്ക് അങ്ങനെയൊക്കെ പറയുന്നു. എന്തിനാണ് ഈ വെറുപ്പ് എന്നോടും എന്നറിയത്തില്ല. രേണുസുധി ഒരു സ്ത്രീയാണ്, സുധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ കോൺട്രവേഴ്സികളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി എന്താ സംസാരിക്കാനുള്ളത്? ഈ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നതാരാ? ഞാനടക്കമുള്ള യൂട്യൂബേഴ്സും പിന്നെ അവരുമായിട്ട് ചേർന്ന് നിന്ന് കുറച്ച് ആൾക്കാരും, അവർക്ക് വീട് കൊടുത്ത ആൾക്കാർ ഒരു ദിവസത്തിന് പുറകെ പിന്നെയും പറയുന്നു. അതിന് മറുപടിയായിട്ട് പല യൂട്യൂബേഴ്സും അവരെ കണ്ട് സമീപിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പം അവരാണെങ്കിൽ ഇതിൻ്റെ മണ്ടത്തരങ്ങളും അവർക്ക് ഫ്യൂച്ചറിൽ ഇത് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണ്, ഔട്ട് പോകുന്നത്, വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇത് സംഭവങ്ങൾ ഏതൊക്കെ വഴിക്കാണ് തിരിച്ചുവിടുക എന്നുള്ളതൊന്നും അറിയാതെ അവരങ്ങോട്ട് ബ്ലാ 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 പറഞ്ഞു പോകും. അപ്പം ഈ പറയുന്ന കോർ ഫാക്ടർ എന്ന് വെച്ചാൽ, ഈ പറയുന്ന സോഷ്യൽ മീഡിയക്കകത്തുള്ള ആൾക്കാർക്ക് ഇത്, അഥവാ ഇവരെ വെച്ച് വീഡിയോ ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങൾ എടുക്കുന്നവർക്കൊക്കെ മെജോറിറ്റി വേണ്ടത് അവരിൽ നിന്ന് വരുന്ന, വായിൽ നിന്ന് വീഴുന്ന അനാവശ്യമെന്ന് തോന്നിപ്പിക്കുന്ന, കാരണം അവർ വളരെ ഇതായിട്ട് പറയുന്നതാണ്. പണ്ടൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, സുധീർ ഒരു വീഡിയോ. ആ വീഡിയോക്കകത്താണെങ്കിൽ ഇവർക്കുള്ളൊരു ഡിപ്രഷൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ അവരെന്തായാലും ജീവിച്ചു പോട്ടെ നമ്മൾ ചിന്തിച്ചുകൂടെ? നമുക്ക് ഇത്രയും വേട്ട എന്തിനാണ് നമ്മൾ ഈ സമൂഹം ഒരു വേട്ടക്കാരനാവുന്നത്? ഒരു സ്ത്രീയെ മാത്രം ഇങ്ങനെ നമ്മൾ ചേരി തിരിഞ്ഞുകൊണ്ട് വേട്ടയാടുന്നത് എന്തിനാണ്? അവരുടെ പലധികം ഫോട്ടോഷൂട്ട് കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചിരി വരാം, ഓക്കെ, നമുക്ക് ചിരിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മളെല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ? കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കണ്ടു, ഡയാന രാജകുമാരി ക്യാൻസർ പേഷ്യൻസിനെയും അതോടൊപ്പം തന്നെ മറ്റ് പല ആൾക്കാരെയും, HIV ഉള്ള ആൾക്കാരെയും പോലും കൈകൊടുത്ത് അവർ ചേർത്ത് പിടിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനുഷ്യരാകണം. നമുക്ക് എവിടെയൊക്കെ അവരുടെ അടുത്ത് കുറേ മിസ്റ്റേക്ക് കാരണം വെറുപ്പ് തന്നെ ആയിരുന്നു. പക്ഷേ എന്നും വെച്ച് സൂക്ഷിക്കണം പ്ലീസ് സുഹൃത്തുക്കളെ, ഒന്ന് മനസ്സിലാക്കണം. ജീവിച്ചു പോട്ടെ എന്നേ. ഓക്കെ, ഇനി അവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്കത് കേൾക്കാം. അടവിട കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാട് അറിയാലോ, എന്റെ ഫാമിലിയും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ കൊല്ലത്തെ വീട്ടിലെ ആൾക്കാരും സപ്പോർട്ടാണ്. സുചാന്റെ നമ്മൾ ഒരാൾ അയ്യോ ഇയാൾ നല്ല ആളാണ്, അയാൾ വന്ന് തിരക്കുകയും ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ അറിയാതെ പറഞ്ഞു ഇന്നപോലെ കേസ് ഇതെല്ലാം
അവരറിയുന്നുണ്ടായിരുന്നു, ഏതാ ഈ ബ്ലോഗർമാർ അറിയുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് നമ്മളോട് പറയൂ ഇത് എന്ത് പറ്റി, വീടിന് എന്ത് പറ്റി ഇതല്ല. പക്ഷെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊന്നും വലിയ ആദ്യമായിട്ട് പറയാൻ അറിയത്തില്ലാത്ത ആൾക്കാരായിരുന്നു. വീട്ടിൽ വന്നിരുന്നാണ്ട് നിങ്ങളുടെ വീടിന്റെ സൈഡ് അങ്ങനെ പോയി ഇങ്ങനെ പോയി നിങ്ങൾ പറയണം, നിങ്ങൾ ഞാൻ വിളിച്ച് പറയും എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ ദിവസവും നമ്മളെ കൊണ്ട് അത് പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് കാരണം ഒരു 10-12 ഇന്റർവ്യൂലൂടെ മനസ്സിലായി ആരാണ് ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തി. ഓക്കെ, എനിക്ക് ഇത് രേണുസുതി കേൾക്കുമെങ്കിൽ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ചാനലുണ്ട് രേണുസുതി എന്ന് പറഞ്ഞ ചാനൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ 18 മണിക്കൂർ മുമ്പിട്ട വീഡിയോക്ക് കൂടി 20,000 വ്യൂസേ ഉള്ളൂ. അതേസമയത്ത് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് ചില പനക്കാട്ട് കൂടുതൽ ഇട്ടുമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയക്കകത്ത് റീച്ചുള്ള ഒരു പേരാണ് രേണുസുതി. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സമൂഹത്തിനോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഉപയോഗിക്കൂ, നിങ്ങൾ അതിലൂടെ സംസാരിക്കൂ. നിങ്ങൾക്ക് പറയാനുള്ളത് അതിലൂടെ മറുപടിയായിട്ട് നിങ്ങൾ പറയൂ. ഇങ്ങനെ നിങ്ങളോട് വളരെയധികം അടുത്തും വിധേയത്വമുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് നിങ്ങൾ സംസാരിക്കും. അതല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ, ഇപ്പോൾ ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് സ്ട്രൈക്ക് ചെയ്ത് അത് പുറത്തേക്ക് പോകേണ്ട ഔട്ട് എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു വ്ളോഗർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, അവരുമായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്ത് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ രേണുസുതിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോകും, നിനക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരൊറ്റ കാര്യം മാത്രം നീ ചെയ്യാവൂ. അതായത് ആ ഒരു സ്ത്രീ ഏതാണ്ട് സമൂഹത്തിൻ്റെ അകത്ത് വെറുപ്പ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അവരോട് പറയുക, ഇനിയെങ്കിലും സംസാരിക്കുന്നിടത്ത് സൂക്ഷിച്ച് സംസാരിക്കുക. 2, അവരെ കൂടുതൽ എയറിൽ കയറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. ഞാൻ കൊടുത്തൊരു അഡ്വൈസാണ് ഞാൻ അവരോട്. അത് ആ ഒരു ഇൻ്റർവ്യൂ വളരെ നന്നായിട്ട് പോയി, സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയി ആ ഒരു ഇൻ്റർവ്യൂ. ഞാൻ ഏതാണെന്നൊന്നും പറയുന്നില്ല, പോട്ടെ. ഇവിടെയും ഞാനത് പറയുന്നു. ഞാൻ ഈ ഒരു സംഭവം, ഈ ഒരു വീഡിയോ വരുന്നതോടുകൂടി താഴെ കമൻറ്റ് ബോക്സിനകത്ത് മൂപ്പൻ മറ്റവനാണ്, മറിച്ചവനാണ്, വലിയ മറ്റവൻ എല്ലാം തന്നെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് താൻ വിമർശിക്കാറില്ലേ, താൻ കുറ്റം പറയാറില്ലേ? ഞാൻ വിമർശിക്കാറുണ്ട്. വിമർശനവും വ്യക്തിഹത്യയും രണ്ടാണ്. വ്യക്തികളെ നിരന്തരമായിട്ട് ആക്രമിക്കുന്നത് വ്യക്തിഹത്യയാണ്. വിമർശനം എന്ന് വെച്ചാൽ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്തി എന്നുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ വിടുക എന്നുള്ളതാണ്. അതർവൈസ് ഇവരോടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്നത് ഇവർ ചെയ്യുന്ന ചില ഷോർട്ട് ഫിലിംസ്, ഇവർ ചെയ്യുന്ന ചില റീലുകൾ. ഇൻസ്റ്റഗ്രാമൊന്നും കാണാത്തവരാണോ നിങ്ങൾ? ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് പോയി നോക്കൂ, എന്താ കാണിക്കുന്ന അവിടെ. ഇതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരുണ്ടല്ലോ, അവിടെ പച്ച തെറി അടക്കം വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാണിക്കുന്നു. ഈ യൂട്യൂബിൻ്റെ അകത്തുണ്ടല്ലോ തെറി മാത്രം പറഞ്ഞു കൊടുക്കുന്ന ലൈവുകൾ, എന്ത് ആരും ചെയ്യുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. എന്താ? ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഐ എം എ യൂട്യൂബർ, ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ. അത് ഇല്ല, കുറ്റം പറയുന്നിരുത്തൻ പബ്ലിക്കില്ലാത്ത നോയ്സിൻസ് അഥവാ കാക്കകൾ പോയി തെരുവിലിരുന്ന് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പിറക്കി തിന്നുന്നത് പോലെ ഒരു ലീച്ച് ക്രിയേറ്ററായിട്ട് കണ്ടാൽ മതി. ലീച്ച്, ഒരു അട്ട, അങ്ങനെ കണ്ടാൽ മതി. എന്നെ ഒന്നും വലിയൊരു ക്രിയേറ്ററായിട്ടൊന്നും കാണണ്ട. ഓക്കെ, അങ്ങനെ കണ്ടാൽ മതി. കണ്ടവൻ്റെ എന്തെങ്കിലും പറഞ്ഞ് വിഴുപ്പും ഭാണ്ഡവും ഒക്കെ പിറക്കി ഇങ്ങനെ എടുത്ത് എറിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ട് ജീവിക്കുന്ന ഒരുത്തരെന്ന് മാത്രം വിചാരിച്ചത്. പക്ഷേ എനിക്കൊരു ജോലിയുണ്ട്, മറക്കണ്ട. അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു. ഞാൻ കൊച്ചിയിൽ അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുന്ന ഒരു ജോലിയിലാണ്, സൈബർ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ഈ പറയുന്ന ഗ്യാപ്പുകളിലുള്ള വർക്കാണ്. ഓക്കെ, ഈ പറയുന്ന വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, സംസാരിക്കുന്നത് അതിനെക്കാട്ട് ഇഷ്ടമാണ്. പലരും ചിന്തിക്കുന്നത് നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടുന്നത് എന്നുള്ളതാണ്. ഈ വലിച്ചു നീട്ടലിൻ്റെ കാര്യം ഞാൻ പറയാം. ഒരു കോണ്ടന്റ് യൂട്യൂബിൻ്റെ അകത്ത് അത്യാവശ്യം സാമാന്യം റീച്ച് കിട്ടാൻ വേണ്ടി 8 മിനിറ്റ് ചെയ്താൽ മതി. എന്തുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ ഊന്നി നിന്ന് ഞാനുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ, നോട്ട് ജസ്റ്റ് എ വീഡിയോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് എന്നുള്ളതിനപ്പുറം എനിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട് വിഷയങ്ങൾ. അതുകൊണ്ടാണ് അത് ചിലപ്പോൾ നീണ്ടുപോകുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു ഇത്ര സമയം ഗ്യാപ്പ്, അതുപോലെ തന്നെ റിട്ടേൺ ഒന്നുമില്ല. ഞാൻ എടുക്കുന്നു, സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, രേണുസുതിയുടെ ചാനലിൽ കൂടി സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ സമൂഹം ഈ കുറ്റപ്പെടുത്തുന്നവർ ഇനിയെങ്കിലും അതൊന്ന് ഒഴിവാക്കിയിട്ട് അവരൊന്ന് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോട്ടെ, ജീവിച്ചു പോട്ടെ. നമ്മൾ പറയത്തില്ലേ ചിലയിടത്തെങ്കിലും നമ്മൾ എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ചില പ്രശ്നം കണ്ടു ഞാൻ വിട്, പോട്ടെ, എങ്ങനെയും പോട്ടെ എന്ന് പറയുന്നത് പോലെ അങ്ങ് വിട്ടേരെ. അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാത്തവരാണോ? ബാക്കി കേൾക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ആ കുപ്പായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി, ഫ്ലൈറ്റ് കയറി എത്തി, അവളെ പിരിച്ചു വിട്ടു, ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു. വ്ളോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ കാര്യം ചോദിച്ചു, ഞാനിപ്പോൾ ഈ വീട്ടിൽ ഇരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് കയറി പോയത്? സൂചന വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ്. സോ ഞാൻ പോയിരിക്കും. വിളിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. ഈ വൈകുന്നേരം സമയത്ത് എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ. നല്ല വിഷമമുണ്ട്. കാരണം അല്ല, അവരെ ഇതിനകത്ത് സെലക്ടഡ് ആവാത്തതിനെ കുറിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ പറയുന്ന ഈ കോൺട്രവേഴ്സിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ടീംസിനും ഒക്കെ അതിനകത്ത് ചെറിയൊരു തരത്തിൽ ഇവർ അകത്ത് കയറി കഴിഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള സംഭവം പുറത്ത് വന്ന് ഇവരുടെ ലൈഫിനെ റൂയിൻ ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള തരത്തിലുള്ള തോന്നൽ നിലവിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു താങ്ങാൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ള വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി സാധനം വരും. ഞാൻ മുമ്പേ എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രേണുസുതി BBയിൽ പോവാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾ BBയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്
ചിന്തിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കത്തില്ല. ഒന്ന് ബി നിങ്ങൾ ചിന്തിക്കുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിനകത്ത് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറെയാണ്. അത് അവർക്ക് വേണ്ടത് കോണ്ടന്റ് മാത്രമാണ്. അതല്ല നിങ്ങളുടെ ലൈഫും നിങ്ങളെ സേഫ് ആക്കുക എന്നുള്ള ലക്ഷ്യമേ അല്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം നിങ്ങൾ ആ ഒരു പീരീഡ് കഴിഞ്ഞ് ചിലപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് പുറത്തുള്ള സംഭവം ഇന്ന് വരെ നിങ്ങൾ നേരിട്ടിട്ടുള്ളതിൻ്റെയും ചിലപ്പം 10 ഇരട്ടി ആയിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റണമെന്ന് പോലുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പം ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം മേ ബി. പക്ഷേ ഞാൻ ഇപ്പോഴും അറിയുന്നു രേണുസുതി അതിനകത്ത് വരുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ എങ്ങനെയാണ്, ചിലപ്പോൾ വൈൽഡ് കാർഡായിട്ടായിരിക്കാം, ചിലപ്പോൾ താമസിച്ചിട്ട് ആദ്യം കുറച്ച് ആൾക്കാർ കേട്ടിട്ട് പിന്നീട് സ്പെഷ്യലായിട്ട് ചിലപ്പോൾ കേട്ടുന്നതൊക്കെ ആവാം മേ ബി. എന്തായിരുന്നാലും അവരുടെ ഇഷ്ടമാണ്, കയറട്ടെ. കാരണം ഓരോ പ്രാവശ്യം ഓരോന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച് അങ്ങനെ പറയാം, നമുക്ക് മക്കള് കുടുംബം അവരുള്ളതുകൊണ്ട് മാത്രം അതിന്റെ പേര് മാത്രം ജീവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിനുകൊണ്ട് എന്തെങ്കിലും ഒരു എന്നാ നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയൊരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ. കാരണം എല്ലായിടത്തു നിന്നും ഒരു പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിലായ ഒരു അവസ്ഥ. ഇനി എന്നോട് അന്ന് ഇവരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആ ഒരു സുഹൃത്ത് ഈ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷവും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അവരെന്നോട് പറഞ്ഞു ചേട്ടാ ആകെ പ്രശ്നമാടാ, ഭയങ്കര പ്രശ്നമാടാന്ന് പറഞ്ഞു. എന്തോ പ്രശ്നം, അത്രയ്ക്ക് മാത്രം പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പുറത്ത് കാണിക്കുന്ന ഈ ബോൾഡ്നെസ് എന്നൊക്കെ പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ അത് അവർ ഇട്ടേക്കുന്ന ഒരു മുഖം മൂടി മാത്രമാണ്. അവർക്ക് ഇതൊന്നും അത്രയും താങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്ന കപ്പാസിറ്റി ഇല്ലാത്തൊരു ലേഡി എന്നാണ് എന്നോട് ആ സുഹൃത്ത് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ട്. അതായത് രേണുസുതി പുറത്തിട്ടേക്കുന്ന ഒരു മൂടുപടം മാത്രമാണ്. രേണുസുതിക്ക് എല്ലാം താങ്ങാൻ പറ്റും, എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, ബോൾഡാണെന്നൊക്കെ പറയുന്നത് അതൊരു മൂടുപടം എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത്. അത് ശരിയാണെങ്കിൽ സീരിയസ്ലി രേണുസുതി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഡേഞ്ചർ സോണിലൂടെയാണ്. അത് നമ്മുടെ സമൂഹത്തിനോടുള്ളൊരു സമൂഹം തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും വരുന്നത്. മനസ്സിലാക്കണം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇത് കാണിക്കണം. നമുക്ക് തെറ്റുണ്ട് അവരുടെ ഭാഗത്ത്. ഞാൻ ഇപ്പോഴും പറയുന്നു അവരൊരു പെർഫെക്റ്റ് പേഴ്സൺ ആണെന്നോ ഞാനല്ല. ഓക്കെ, അവർ പെർഫെക്റ്റ് പേഴ്സൺ ആണെന്നോ അല്ലെങ്കിൽ അവർ വലിയ എന്താണ് ഈ നന്മ മരമാണെന്നോ അവർ ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീ തന്നെ. അവരുടെ തെറ്റുകൾ എന്താ? പ്രധാനമായിട്ടും സുധിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് വിധവയാണ്. അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നു. അതൊരു തെറ്റ്. രണ്ടാമത്തെ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മറ്റേ കുടുംബക്കാരും മറ്റും താമസിക്കുന്നു. ഞാനത് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ കിച്ചുവായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോക്കകത്ത് ഞാനും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കിച്ചുവിനോടാണ് റൂമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, പിന്നെ ആ വീട് നേരെ മണ്ണ് സൂക്ഷിക്കാത്ത കാര്യം, പിന്നെ അവർക്ക് വീട് വെച്ച് നൽകിയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം പിന്നീട് അവർ പറഞ്ഞൊരു കാര്യത്തിന് ശേഷം നിരന്തരമായിട്ടുള്ള ഈ അടുത്ത് ബിഷപ്പ് വരെ നിരന്തരം യൂട്യൂബ് ചാനലുകളിലൂടെ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? അവരെ സഹായം ചെയ്തു എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിങ്ങൾക്കാണെങ്കിൽ കയറി കിടക്കാൻ തോന്നുന്നു. ഒരു പരിധിക്കപ്പുറം അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും വെച്ച് നൽകിയ വീടാണ്, ഇവരുടെ ആ ഒരു സംഭവത്തിൽ ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു നടക്കം പറഞ്ഞ് അത് ചിലപ്പോൾ പൊളിച്ചേക്കും എന്ന് എന്തൊക്കെയോ പറയുന്നു. ഓക്കെ, അവരുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ട്. കാരണം അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടു. ഫിറോസിന്റെ ആ ഒരു വിഷയത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ബിഷപ്പിന്റെ കാര്യം ഞാൻ അന്ന് പറഞ്ഞു, അച്ഛൻ ഈ ബിഷപ്പ് ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് വിട്ടുപോകുക എന്നുള്ള കാര്യമാണ്, വെറുതെ ഇതിനെ പിടിച്ച് തൂങ്ങി നിൽക്കരുത് എന്നുള്ളത്. പക്ഷെ അവരൊക്കെ ഇപ്പോഴും ഇതിനകത്ത് നിൽക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു ഇന്റൻഷൻ മനസ്സിലാവുന്നില്ല. സോ അവരൊക്കെ ഇത് കൊടുത്തിട്ടുള്ളവർ തന്നെയാണ്. അപ്പോൾ ആ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇനി അറിയാൻ ആരെങ്കിലും ഉണ്ടോ? അതായത് രേണുസുതിക്ക് സുതിലയം എന്നുള്ളൊരു വീട്, രേണുസുതിക്കല്ല ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വീട് തീർച്ചയായിട്ടും ഇവരുടെ പേരിലല്ല എന്നുള്ള കാര്യവും നമ്മുടെ മുമ്പിൽ പറഞ്ഞത് ഇവരൊക്കെ തന്നെയാണ്. അങ്ങനെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവരോടുള്ള വെറുപ്പുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഭാഗമായിട്ട് പലതരം വീഡിയോസ് നിരന്തരം പ്രചരിപ്പിക്കപ്പെടുകയും അവസാനം ആ ഒരു സ്ത്രീ ഒറ്റപ്പെട്ടൊരിടത്തേക്ക് ഒതുങ്ങുന്നൊരു സാഹചര്യം വരികയും ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ എഴുതി വെച്ച് പറഞ്ഞുതരാം. ഇവർ ഇതിനെക്കാട്ടും തകർന്ന് തരിപ്പണമായിട്ട് താഴേക്ക് പോകുക വിത്തിൻ ഡേയ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സി നിറഞ്ഞു നിൽക്കുന്നത് ഉണ്ടായാൽ മാത്രം ബി പോലുള്ളൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന്. അപ്പോൾ ഇവർ തന്നെ പറഞ്ഞൊരു ഹസ്ബൻഡിനോട് ഏറ്റവും വലിയ താല്പര്യമായിരുന്നു. ചിലപ്പോൾ ഇവരുടെ ഇഷ്ടമായിരിക്കാം. അപ്പോൾ അവർക്കും എന്നോടൊക്കെ എത്രയോ പേര് ചോദിക്കാറുണ്ട് ബിബിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്. സോ അങ്ങനെ താല്പര്യം ഉണ്ടാവാം. ആ താല്പര്യം കൊണ്ട് അവർ ചിലപ്പോൾ തയ്യാറായിട്ടുണ്ടാവാം. അതുകൊണ്ട് കോൺട്രവേഴ്സി ഉണ്ടാവട്ടെ, ബി പോവല്ലോ, ചിലപ്പോൾ കുറേ അധികം പൈസ കിട്ടി ചിലപ്പോൾ വീട് വാങ്ങാം, ജീവിക്കാം, ലൈഫ് സെറ്റിലാവും. ഓക്കെ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ആ വ്യാമോഹങ്ങളെല്ലാം ഇപ്പം തച്ചുടയ്ക്കുന്ന രീതിയിലാണ് സമൂഹം പെരുമാറുന്നത്. അവർ പോകണമെങ്കിൽ പൊക്കോട്ടെ, കാണാമല്ലോ. ബി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കാട്ടിൽ ഇരട്ടി കോണ്ടന്റ് ഈ പറയുന്ന രേണുസുതി അവിടെയും തരായിരിക്കും തോന്നുന്നുണ്ടോ? പക്ഷെ അവിടെ കയറ്റിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൻ്റെ രണ്ട് ഭാഗം നമുക്ക് കയ്യാലപ്പുറത്ത് തേങ്ങ പോലാണ് ബി മറ്റേ ഇരുതല മുറിച്ചുള്ള വാള എങ്ങോട്ട് പോകുമെന്ന് പറയാൻ ആർക്കും പറ്റും. കിച്ചുവിനെ കുറേ അധികം ആൾക്കാർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതിനുശേഷം കിച്ചുവിനോട് വെറുപ്പായി. കാരണം രേണുസുതിയെക്കുറിച്ച് കുറ്റം പറയാത്താണ് കിച്ചുവിന് തെറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളെ കൊണ്ടോ ഈ കാണുന്ന ആരൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ഹെയ്റ്റ് താങ്ങാൻ പറ്റുമോ? ഇത്രയും ഹെയ്റ്റ്, ഇത്രയും വെറുപ്പ് നിങ്ങളെ കൊണ്ട് ആരൊക്കെ ഉണ്ടെങ്കിലും താങ്ങാൻ പറ്റുമോ? ഞാൻ അടിവരായിട്ട് പറയാം, ഇത്രത്തോളം കൂട്ടാക്രമണത്തിന് വിധേയയായ ഒരു സ്ത്രീ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫിൻ്റെ ഇടയിൽ ഇത്രയും ഞാൻ കണ്ടിട്ടില്ല. ഇത്രത്തോളം അപമാനിക്കപ്പെട്ട, ഇത്രത്തോളം ആക്ഷേപിക്കപ്പെട്ട, ഇത്രത്തോളം പരിഹാസ്യയാക്കി മാറ്റിയ ഒരു സ്ത്രീ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്നും പറയുന്നില്ല, അത് പോട്ടെ. ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാം. ഒന്നാമത്തെ കമൻറ്റ്, രേണു ഒന്ന് എല്ലാത്തിനും കയറി പ്രതികരിക്കരുത്, ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കരുത്, വ്ളോഗേഴ്സ് നിങ്ങളെ വെച്ച് അരി വാങ്ങുന്നു. സത്യമാണ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഇത് വെച്ചിട്ട് അരി വാങ്ങുക തന്നെയായിരുന്നു ലക്ഷ്യം. സത്യം അത് തന്നെയാണ്.
ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളെ മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എൻ്റെ മക്കൾ എന്നാണ് രേണു പറയുക, അവിടെയാണ് അവരുടെ നന്മ. രേഷ്മ അല്ലേടി നീ എന്നൊക്കെ എന്നോട് കമൻറ്റുകൾ, മോളെ നിന്നെ ശരിക്കും ഇഷ്ടമാണ്, ധൈര്യമാണ്. ഇതിനകത്തുള്ള കമൻറ്റ് മൊത്തം അവർ ഡിലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ലൈക്ക് പോലും കൊടുത്തില്ല. പക്ഷേ ഇതിനകത്ത് മൊത്തം കമൻറ്റുകളും അവർക്ക് അനുകൂലമായിട്ടുള്ള കമൻറ്റുകളാണ്. ഞാൻ പറയുന്നത് രേണു സുധിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ വിമർശിച്ചിട്ടുണ്ട്, ആ വിമർശനത്തിനകത്ത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ നിങ്ങളെന്നുള്ള സ്ത്രീ സമൂഹത്തിൽ ഏറ്റവും വലിയ കുറ്റവാളിയെന്നോ, നിങ്ങളൊരു കൊലപാതകിയാണെന്നോ, നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കാനേ പാടില്ലെന്നോ, ഭൂമിക്ക് ഭാരമാണെന്നോ ഞാൻ പറയില്ല. എല്ലാവിധ ഇതും കൊണ്ട് പറയുക, ഒരു സഹോദരി സ്ഥാനത്ത് നിർത്തി പറയാം. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ പറയുന്ന വാക്കുകൾ, ഞാൻ പലപ്പോഴും വീഡിയോ സൂചിപ്പിച്ചിരുന്നു, ഇനിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും മൈക്ക് കൊണ്ട് നീട്ടുമ്പോൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കൂ സഹോദരി. തീർച്ചയായിട്ടും നിങ്ങൾ ജീവിക്കേണ്ടത് തന്നെയാണ്, ഈ സമൂഹത്തിൽ തന്നെ നിങ്ങൾ ജീവിക്കണം, മുന്നോട്ട് പോകും. ഞാൻ എത്ര തന്നെ പറയുന്നുള്ളൂ. ഇതിന് ശേഷം എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്ത് വന്നിരുന്നാലും, അൺസബ്സ്ക്രൈബിൻ്റെ വലിയ വർത്തമാനം ആര് പറഞ്ഞിരുന്നാലും ഞാനിത് ഉറപ്പിച്ചാണ് പറയുന്നത്. അവർ ഇനി ഇതിനപ്പുറം അവർ അർഹിക്കുന്നില്ല. പ്ലീസ്, ഇത് ഞാൻ എൻ്റെ വാക്കുകളാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇവരുടെ ചാനലിൽ കൂടെ നിങ്ങൾ പറയും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടെ പറയും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പോസ് ചെയ്യപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്ന ബൈ.